ട്രെയിനുകളുടെ കഥ മനുഷ്യരാശിയുടെ സഞ്ചാര ചരിത്രത്തിലെ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ച കഥയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ശബ്ദങ്ങൾ ലോകത്തെ മുഴുവൻ മുഴങ്ങുമ്പോൾ കൽക്കരി എഞ്ചിനുകളുടെ ശബ്ദവും പാളങ്ങളുടെ മെല്ലിമുരളിയും അങ്ങോളമിങ്ങോളം കേൾക്കാൻ തുടങ്ങിയിരുന്നു. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ ഡാർലിംഗ്ടൺ റെയിൽവേ പാതയിലൂടെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ യാത്ര തുടങ്ങിയത് ലോകത്തിൻ്റെ ഗതാഗത ചരിത്രത്തെ പുതുചിത്രങ്ങൾ കൊണ്ട് നിറച്ചു. ഈ ചരിത്രപരമായ യാത്രയ്ക്ക് പിന്നിൽ ജോർജ് സ്റ്റീഫൻസൺ എന്ന അതുല്യ ചിന്തകന്റെ അധ്വാനവും പ്രതിഭയും അടങ്ങിയിരുന്നു. ആദ്യം ട്രെയിനുകൾ കൽക്കരി, ഇരുമ്പ്, ചണവാരങ്ങൾ എന്നിവ കൊണ്ടുപോകുന്ന ഒരു ചരക്ക് ഗതാഗത മാർഗമായിരുന്നു. എന്നാൽ മനുഷ്യർ ഈ മാർഗം പൊതുയാത്രകൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഗതാഗതത്തിൻ്റെ സങ്കല്പം പൂർണ്ണമായും മാറി. യാത്രകൾ എളുപ്പമാവുകയും ചെലവ് കുറയുകയും ചെയ്തതോടെ ട്രെയിനുകൾ സാമൂഹിക വളർച്ചയുടെയും സാമ്പത്തിക വിപ്ലവത്തിൻ്റെയും കുതിപ്പുകൾക്ക് സാക്ഷിയായി. ട്രെയിനുകളുടെ ചരിത്രം 1853 മുംബൈയിൽ നിന്ന് താനെ വരെയുണ്ടായ ആദ്യ ട്രെയിൻ യാത്ര കൊണ്ട് ആരംഭിച്ചു. 34 കിലോമീറ്റർ ദൂരമെടുത്ത ഈ യാത്ര അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിനും സാമ്പത്തിക സംവിധാനത്തിനും ഒരു പുതിയ താളം കൊണ്ടുവന്നു. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വ്യാപാര ആവശ്യങ്ങൾക്ക് പ്രധാനമായിട്ട് രൂപകൽപ്പന ചെയ്തിരുന്ന റെയിൽവേ പതിയെ പതിയെ ഇന്ത്യയുടെ ജനങ്ങളുടെ ജീവിതവുമായി അനുബന്ധിച്ചു വളർന്നു. ഇന്ത്യയുടെ വിവിധ തരം ഭാഷകളെയും സംസ്കാരങ്ങളെയും ബന്ധിപ്പിച്ചപ്പോൾ ട്രെയിനുകൾ ഒരു രാജ്യത്തിൻ്റെ മനസ്സിനെ ഒരുമിപ്പിക്കുന്ന പ്രതീകമായി മാറി. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ട്രെയിനുകളുടെ കഥ സമാനമായ വീര്യത്തോടെ വളർന്നു. 1869 അമേരിക്കയിലെ ട്രാൻസ്കോണ്ടിനെൻ്റൽ റെയിൽവേ ഭൂഖണ്ഡത്തിൻ്റെ തീരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച ഒരു മഹത്തായ വേദിയായിരുന്നു. 1964 ജപ്പാനിലെ ഷിൻകാൻസൻ അതിവേഗ ബുള്ളറ്റ് ട്രെയിനുകൾ കൊണ്ടുവന്നതോടെ ട്രെയിൻ ഗതാഗതം സാങ്കേതിക മാറ്റത്തിൻ്റെ ശിഖരത്തിലെത്തി. യൂറോപ്പിലെ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ജർമ്മനിയിലും ഫ്രാൻസിലും ഹൈസ്പീഡ് ട്രെയിനുകൾ വഴി ഗതാഗതത്തെ സുതാര്യവും സൗകര്യപ്രദവുമാക്കി. സാങ്കേതിക പരിണാമം ട്രെയിനുകളെ പുതുതലമുറയിലേക്ക് ഉയർത്തി. കൽക്കരി എഞ്ചിനുകളിൽ നിന്ന് ഡീസലിലേക്കും പിന്നീട് ഇലക്ട്രിക് ട്രെയിനുകളിലേക്കും നടന്ന മാറ്റം പരിസ്ഥിതിയോട് സൗഹൃദപരമായ ഒരു ഗതാഗത മാർഗം സൃഷ്ടിച്ചു. ഇന്ന് മാഗ്ലൈവ് എന്ന മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന അതിവേഗ റെയിൽ സാങ്കേതിക വിദ്യ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് 600 കിലോമീറ്ററോളം വേഗത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇന്ത്യയിലും വന്ദേ ഭാരത് എക്സ്പ്രസ് പോലുള്ള ആധുനിക ട്രെയിനുകൾ സാങ്കേതിക വിദ്യയുടെയും സൗകര്യത്തിൻ്റെയും പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നു. ഓരോ പാളത്തിൻ്റെയും കഥ ഒരു സഞ്ചാരത്തിൻ്റേതു മാത്രമല്ല, അത് ഒരു കാലഘട്ടത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ്. ട്രെയിനുകൾ നമ്മെ പാളങ്ങളിലൂടെ യാത്ര ചെയ്യിക്കുന്നുണ്ടെങ്കിലും അവ ഇന്നും നാളെയും ലോകത്തിൻ്റെ സാമൂഹികവും സാങ്കേതികവുമായ പുരോഗതിയിലേക്ക് കുതിച്ചു പോകുന്നു.